2022-24 വർഷ ഡിപ്ലോമ ഇൻ എലിമെന്ററി എഡ്യൂക്കേഷൻ ലാംഗ്വേജ് അവസാന സെമസ്റ്റർ പരീക്ഷാഫലം പ്രസിദ്ധീകരിക്കാത്തതിൽ പ്രതിസന്ധിയിലായി ഉദ്യോഗാർത്ഥികൾ. കഴിഞ്ഞ വർഷം നവംബറിൽ കഴിഞ്ഞ പരീക്ഷയുടെ ഫലമാണ് പ്രസിദ്ധീകരിക്കാത്തത്. ഫലം എപ്പോൾ പ്രസിദ്ധീകരിക്കും എന്നുള്ള അന്വേഷണത്തോട് പരീക്ഷാ ഭവൻ ശരിയായ രീതിയിൽ പ്രതികരിക്കുന്നില്ല എന്നും പരാതിയുണ്ട്. കേരളത്തിൽ 9 കേന്ദ്രങ്ങളിലാണ് DLED ലാംഗ്വേജ് കോഴ്സുകൾ പഠിപ്പിക്കുന്നത്. സംസ്കൃതം, അറബിക്, ഉറുദു, ഹിന്ദി എന്നീ കോഴ്സുകൾക്ക് 9 കേന്ദ്രങ്ങളിലായി 1500ഓളം ഉദ്യോഗാർത്ഥികളുമുണ്ട്. 2024 നവംബറിൽ ഇവർ പരീക്ഷ എഴുതിയെങ്കിലും ഇതുവരെ ഫലം പ്രസിദ്ധീകരിച്ചില്ല. സാധാരണ 2 മാസം കൊണ്ട് മൂല്യനിർണ്ണയം നടത്തി 3 മാസങ്ങൾക്കകം ഫലം പ്രസിദ്ധീകരിക്കാറുള്ളതാണ്. എന്നാൽ പരീക്ഷാഫലം സംബന്ധിച്ച കാര്യങ്ങൾ അറിയുവാൻ പരീക്ഷാഭവനിൽ ബന്ധപ്പെടുമ്പോൾ അനുകൂല സമീപനം ഉണ്ടാകുന്നില്ലെന്നാണ് പരാതി. നമുക്ക് ബുദ്ധിമുട്ടാണ്. PSC വിളിച്ചു കഴിഞ്ഞാൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പിന്നെ സ്കൂളിൽ ജോയിൻ ചെയ്യാൻ പറ്റില്ല. സ്കൂളിൽ പറഞ്ഞു കഴിഞ്ഞാൽ UP, LP, UP, പിന്നെ ലാംഗ്വേജ് ടീച്ചർമാരെ ക്വാളിഫിക്കേഷൻ, പിന്നെ DLED ലാംഗ്വേജ് കമ്പൽസറി ആക്കിയിട്ടുണ്ട്. അപ്പം അത് പിന്നെ നമുക്ക് അധ്യാപകരായിട്ട് കയറാൻ പറ്റില്ല. ഈ അധ്യാപകരായിട്ട് കയറണമെങ്കിൽ ഈ റിസൾട്ട് വന്ന സർട്ടിഫിക്കറ്റ് കിട്ടിയാലേ നമുക്ക് സ്കൂളിൽ ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. 4 സെമസ്റ്ററുകളിലായി 14 പരീക്ഷകളാണുള്ളത്. ആദ്യ 3 സെമസ്റ്ററുകളിൽ 4 എണ്ണം വീതം 12 പരീക്ഷകളും അവസാന സെമസ്റ്ററിൽ 2 പേപ്പറുകളാണുള്ളത്. പരീക്ഷാഫലം വന്ന് പുനർമൂല്യനിർണ്ണയം കൂടി കഴിഞ്ഞാൽ മാത്രമേ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യാറുള്ളൂ. 2 പേപ്പറുകൾ മാത്രമുള്ള അവസാന സെമസ്റ്ററിലെ ഫലം വൈകുന്നതിനോടൊപ്പം സർട്ടിഫിക്കറ്റ് വിതരണത്തിലെ അപാകതയും ജോലി തേടാനുള്ള അവസരമാണ് നഷ്ടപ്പെടുത്തുന്നത്. ജനം, കോഴിക്കോട്.